ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചമുന്തിരി ഉപ്പിലിട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് പോകുന്ന മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മാത്രമാണ് ഞാൻ അടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് പച്ചമുന്തിരി ഉപ്പിലിടാൻ നോക്കുക. അപ്പോൾ അതിനായിട്ട് ഒരു ഗ്ലാസ് ജാറാണ് എടുത്തിരിക്കുന്നത്. ഗ്ലാസ് ജാറിൽ തന്നെ ഇടാൻ വേണ്ടി നോക്കുക കേട്ടോ. അച്ചാറും അതുപോലെ ഉപ്പിലിട്ടതൊക്കെ ഗ്ലാസ് ജാറിൽ ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ജാർ എടുക്കുമ്പോൾ നല്ല ഡ്രൈ ആക്കിയിട്ട് തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. അതുപോലെ മുന്തിരി നല്ല കഴുകി വെച്ച് നല്ല ഒന്ന് ഇതായതിൻ്റെ ശേഷം വേണം, വെള്ളം വാർന്നതിൻ്റെ ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടാൻ വേണ്ടി വന്നപ്പോഴാണ്, വീഡിയോ എടുക്കാൻ വേണ്ടി വരുമ്പോഴാണ് ഇവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുറച്ച് മുന്തിരിയൊക്കെ ഞാൻ അതിൽ നിന്ന് കഴിക്കാൻ കൊടുത്തിട്ട്, അപ്പോൾ അതുകൊണ്ട് അതിലെത്ര ഉള്ളത് നമുക്കുള്ളത് ഇട്ട് വയ്ക്കുക. അതിന് ശേഷം ഒരു 3 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എരിവുണ്ടെങ്കിൽ അത്രയും നല്ലത്. എരിവുള്ളവർക്കാണെങ്കിൽ കഴിക്കുമ്പോൾ ഒരു രസത്തിന് കുറച്ച് എരിവുള്ളത് നല്ലതാണ്. അതിനുശേഷം കുറച്ച് വിനെഗറാണ്. വിനെഗർ നമ്മൾ എത്ര മുന്തിരി എടുക്കുന്നോ അതിൻ്റെ ഹാഫ് വിനെഗർ നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ ആ ജാറിൽ എത്ര മുന്തിരി ഇടുന്നുണ്ടോ ആ മുന്തിരിയുടെ ഹാഫ് സുർക്ക ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഹാഫ് ഒഴിച്ച് കൊടുത്തിട്ട് അതിന് ശേഷം ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നല്ല തിളപ്പിച്ചിട്ട് ചൂടാറിയ വെള്ളമാണ് കേട്ടത്. നല്ല തിളപ്പിച്ചിട്ട് ചൂടാറിയതാണ്. ചൂടോടക്കനല്ല ഒഴിച്ച് കൊടുക്കുന്നത്, ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. അത് പിന്നെ മുന്തിരി മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതായത് ഹാഫ് സുർക്കയും അതിന് മുന്തിരി മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ഒരു 3 ടീസ്പൂണ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ. 3 ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ശേഷം 1.5 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് കൂടണ്ട ഇട്ട് കൊടുക്കുമ്പോൾ, അത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ നീരില്ല, ആ നീരൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കറിയാലോ ഉപ്പ് എത്രത്തോളം ഉണ്ടെന്ന്. കുറവാണെങ്കിൽ കുറച്ചിട്ട് ഇട്ട് കൊടുക്കുക, കൂടി പോവണ്ട. അത് നോക്കിയിട്ട് വേണം, നമ്മൾ എത്ര വെള്ളം എടുക്കുന്നോ എല്ലാം നമ്മൾ മുന്തിരിയൊക്കെ എത്ര ഉണ്ടോ വെള്ളം എത്ര ഒഴിച്ചിട്ടുണ്ടോ അതിനനുസരിച്ച് വേണ്ട ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ അത്രയല്ല എടുത്തിരിക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഉപ്പും പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ ഇട്ടിട്ട് മിക്സ് ആക്കി കൊടുത്താൽ മതി. നമുക്ക് ടേസ്റ്റ് നോക്കാം, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. ഷുഗറൊക്കെ കറക്റ്റ്, നമുക്ക് ഷുഗർ ഒരുപാടാണ്ട് കൂടുമൊന്നും വേണ്ട. അതാണ് സെറ്റായി വരുമ്പോൾ ആ ഒരു മധുരം, അതുപോലെ പച്ചമുളകിൻ്റെ ഒരു എരിവ്, അതുപോലെ ഉപ്പിട്ടതിൻ്റെ ഒരു മുന്തിരിയുടെ വേറെ ഒരു ടേസ്റ്റ് ഒക്കെ കൂടി നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമ്മൾ ഇട്ട് പൊടിച്ച് 2ാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ സെറ്റായിട്ടും, പിറ്റേ ദിവസം ആകുമ്പോൾ ചെറുതായിട്ട് സെറ്റാവും. നന്നായിട്ട് എന്നതാവണമെങ്കിൽ 2ാമത്തെ ദിവസമൊക്കെ എടുത്തുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ. അതിൻ്റെ ഇതിൻ്റെ നീരുണ്ടാവുമല്ലോ, അതിനെ കൂട്ടി നമുക്ക് ചോറൊക്കെ തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. വേറെ മാങ്ങ ഉപ്പിട്ടതും പൈനാപ്പിൾ ഇട്ടൊക്കെ നമ്മൾ കഴിച്ചതല്ലേ, അപ്പോൾ അതിനേക്കാളൊക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.